ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതേ, ഞാൻ ഫുഡിനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചിട്ടും എങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വിറ്റാമിൻസ്, കോഴികളിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോഴികളിൽ വിറ്റാമിൻ്റെ കുറവ് എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിൽ ചിലപ്പോൾ കോഴികൾക്ക് ഭക്ഷണം ശരിയായി കൊടുക്കുന്നുണ്ടെങ്കിലും ഗ്രോത്ത് കുറയും, മുട്ട കുറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് വീക്കാകുക. പലരും അത് രോഗമാണെന്ന് കരുതും. പക്ഷെ പലപ്പോഴും കാരണം ചിലപ്പോൾ വിറ്റാമിൻ്റെ കുറവായിരിക്കും. ഇത് കോഴികൾക്ക് വിറ്റാമിൻ കുറവ് വന്നാൽ കാണുന്ന ലക്ഷണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിറ്റാമിൻ ഡെഫിഷ്യൻസി വരുന്നതെന്ന് ചോദിച്ചാൽ, കോഴികളുടെ ശരീരത്തിൽ വിറ്റാമിൻസ് വേണം, മിനറൽസ് വേണം, പ്രോട്ടീൻ വേണം, കാൽസ്യം വേണം. ഇതൊക്കെ നമ്മൾ ബാലൻസായിട്ട് കൊടുക്കണം അല്ലേ? ബാലൻസ്ഡായിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതിൻ്റെ മുന്നിലുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക? ഇമ്മ്യൂണിറ്റി കുറയും, രോഗം വേഗം പിടിപെടും, ഗ്രോത്ത് സ്ലോ ആവും, എഗ് പ്രൊഡക്ഷൻ കുറയുകയൊക്കെ ചെയ്യും ഈ വിറ്റാമിൻസിൻ്റെ കുറവുകൊണ്ട്. അപ്പോൾ ഞാൻ ആ വിറ്റാമിൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ആദ്യം മുതലൊന്ന് പറഞ്ഞു തരാം. വിറ്റാമിൻ എ, ഈ വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, വിറ്റാമിൻ എ കണ്ണിന് ഇമ്മ്യൂണിറ്റിക്ക് വളരെ പ്രധാനമാണ്, കണ്ണിന് വിറ്റാമിൻ എ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കണ്ണിൽ വെള്ളം വരിക, കണ്ണടഞ്ഞു പോവുക, മുഖം വീർക്കുക, വെയിറ്റ് കുറയുക, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കലുണ്ടല്ലോ, നമ്മൾ കണ്ണിന് കേടാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഐ ഡ്രോപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ സിപ്ലാക്സ് മേടിച്ചിട്ട് ഇറ്റിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അത് ഈ വിറ്റാമിൻ എ കുറഞ്ഞാലാണ് കണ്ണിന് പറ്റിയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരിക കേട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞു കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് വീക്കാവും, വേഗം ഡള്ളാവും, അവരങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ പഴയ ഫുഡൊന്നും കൊടുക്കാതിരിക്കുക, അതേപോലെ ധാരാളം പച്ചിലകൾ കൊടുക്കുക, അതേപോലെ നല്ല ന്യൂട്രീഷൻ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. ഇപ്പോൾ നാച്ചുറലായിട്ട് കിട്ടാനുണ്ട് വെച്ചാൽ നമുക്ക് ക്യാരറ്റിൽ നിന്ന് കിട്ടും, പിന്നെ മത്തങ്ങയിൽ നിന്ന് കിട്ടും, പിന്നെ നമ്മളെ മുരിങ്ങയിലയിൽ ധാരാളം ഉണ്ട്. അങ്ങനത്തെ ഇലയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം വിറ്റാമിൻ എ കിട്ടും. അപ്പോൾ വിറ്റാമിൻ എ കിട്ടുന്ന എന്തൊക്കെ ഫുഡുകളുണ്ടോ അതൊക്കെ നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക. കൂടുതലും നമ്മൾ ഈ ഇലവർഗ്ഗങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിറ്റാമിൻ ഡിയുടെ കുറവ്. വിറ്റാമിൻ ഡി ഇല്ലയെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ കാൽസ്യം അബ്സോർവ് ആവില്ല. വിറ്റാമിൻ ഡിയും കൂടി ഉണ്ടെങ്കിലാണ് കാൽസ്യം ശരീരത്തിൽ അബ്സോർവ് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കാലുകൾ വീക്കാവുക, നടക്കാൻ ബുദ്ധിമുട്ടാവുക, അതേപോലെ എല്ലുകൾ ബലം കുറയുക, അതേപോലെ മുട്ടയുടെ തോട് കട്ടിയില്ലാണ്ടിരിക്കുക, അതേപോലെ തോൽമുട്ട ഇടുക. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് വിറ്റാമിൻ ഡിയുടെ കുറവോടും കൂടിയാണ്. വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശരീരത്തിൽ കാൽസ്യം നമ്മളെ ശരീരം അബ്സോർവ് ചെയ്യില്ല. അപ്പോൾ വിറ്റാമിൻ ഡി ഉണ്ടെങ്കിലാണ് അത് നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പ്രധാന കാരണം എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലത്തെ സൺലൈറ്റ് ഉണ്ടല്ലോ, നമ്മളുടെ രാവിലത്തെ വെയിൽ കൊള്ളിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾ കൂട്ടിൽ അടച്ചിടാതിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിൽ നിന്ന് തുറന്ന് വിട്ടിട്ട് നമ്മൾ നന്നായിട്ട് കോഴികൾക്ക് സൂര്യപ്രകാശം നന്നായിട്ട് കൊടുക്കുക കേട്ടോ. വേഗം നമുക്ക് വിറ്റാമിൻ ഡി കിട്ടാനുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ സൂര്യപ്രകാശമാണ്. രാവിലത്തെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7-7:30 ആകുമ്പോഴത്തേനും കോഴികളെ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വിടുക. നമ്മളെ ഫാമിൽ തന്നെ ഏത് ഭാഗത്താണ് വെയിൽ കിട്ടുന്നത് വെച്ചാൽ അവിടേക്ക് വിടുക. അവർ തന്നെ വെയിലത്ത് പോയി നിന്നോളും. പിന്നൊരു സംഭവമാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. വിറ്റാമിൻ ഇ, ഇപ്പോൾ ഈ ഡി നേരത്തെ ഞാൻ പറഞ്ഞു, എ പറഞ്ഞു, ഇനിയിപ്പോൾ വിറ്റാമിൻ ഇ ആണ്. ഈ വിറ്റാമിൻ്റെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ അത് നെർവുകളെയാണ് ബാധിക്കുക, ഞരമ്പുകളെ. അപ്പോൾ അതിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നെക്ക്, നമ്മളുടെ കഴുത്ത് ഇങ്ങനെ തിരിഞ്ഞ് പോവുക, പിന്നെ കോഴികൾക്ക് ബാലൻസായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ തല പിന്നിലേക്ക് തിരിയൽ, അതേപോലെ കോഴികൾ വീക്കായി നിൽക്കുക. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലരിനോട് ചോദിക്കലുണ്ട്, എൻ്റെ കോഴികൾക്ക് തല ചെരിഞ്ഞ് പോയി, തല ഇങ്ങനെ മറിഞ്ഞ് പോവുകയാണ്. അതൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ ഇൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ വിറ്റാമിൻ ഇ കിട്ടുന്ന, ഇപ്പോൾ നമുക്ക് നെറ്റിൽ തന്നെ അടിച്ചു നോക്കിയാൽ കിട്ടും വിറ്റാമിൻ ഇ കിട്ടുന്ന എന്തൊക്കെ സംഭവങ്ങളാണെന്ന് വെച്ചാൽ അതൊക്കെ കോഴികൾക്ക് കൊടുക്കുക. മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂളില്ലേ,
വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഇങ്ങനെ തല തിരിഞ്ഞ കോഴികൾ അതേപോലെ ബാലൻസ് ഇല്ലാത്ത കോഴികൾക്കൊക്കെ ഒന്ന് നിങ്ങൾ വായിൽ 2-3 തുള്ളി വിറ്റാമിൻ ഇ ടാബ്ലറ്റ് തൽക്കാലം ഇറ്റിച്ച് കൊടുത്താൽ മതി. മറ്റേത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നത് വിറ്റാമിൻ ഇൻ്റെ ടാബ്ലറ്റ് വായിൽ ഇറ്റിച്ച് കൊടുക്കുക കേട്ടോ. പിന്നത്തെ വിറ്റാമിനാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. ഈ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വിറ്റാമിൻ ബി കോംപ്ലക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സിറപ്പ് വാങ്ങിയിട്ട് കോഴികൾക്ക് വെള്ളത്തിലൊഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ വിറ്റാമിൻ ബീൻ്റെ സംഭവം എന്താ വെച്ചാൽ എനർജിക്കും നെർവിനും ഞരമ്പുകൾക്കും എനർജിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ എന്താണെന്ന് വെച്ചാൽ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. എല്ലാം കൊണ്ടും നമുക്കറിയാലോ വിറ്റാമിൻ ബി ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തം മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. അത് അധികം വരിക ഈ പിന്നെ റൈസ് മാത്രം കൊടുക്കുന്ന കോഴികൾക്ക്. അത് കംപ്ലീറ്റ് ന്യൂട്രീഷൻ വാല്യൂ ഇല്ലാത്ത ഇത് ചിലരിങ്ങനെ ഉണ്ടല്ലോ, കോഴി കണ്ട് വളർത്തും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കേട്ടോ ഏറ്റവും അത് ബാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിറ്റാമിൻ ബി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ നമ്മളുടെ മനുഷ്യന്മാർ കുടിക്കുന്ന വിറ്റാമിൻ ബീൻ്റെ സിറപ്പ് വാങ്ങിയിട്ട് ഞാൻ കോഴികൾക്ക് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കലാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നുള്ളത് വിറ്റാമിൻ കെ ഡെഫിഷ്യൻസി. വിറ്റാമിൻ കെ ശരീരത്തിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഇത് പെട്ടെന്ന് ബാധിക്കും, ബ്ലഡ് ക്ലോട്ട് ആവാൻ. അപ്പോൾ എന്താ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുക വെച്ചാൽ കോഴികളുടെ ശരീരത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ വല്ല മുറിവും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്തം നിൽക്കുകയില്ല. അതേപോലെ അങ്ങനെ വേഗം കോഴികൾ വീക്കാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും വരുന്നത് വെച്ചാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കൂടുതൽ കൊടുക്കുമ്പോൾ ഓവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് കോഴികൾക്ക് അങ്ങനെ വരും. പിന്നെ നല്ല ഫീഡ് കൊടുത്തിട്ടില്ലെങ്കിലും അങ്ങനെ വരും കേട്ടോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പിന്നെ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഉള്ളതെന്ന് വെച്ചാൽ വിറ്റാമിൻ കെ നമ്മൾ നെറ്റിൽ അടിച്ച് നോക്കിയാൽ മനസ്സിലായിക്കോളും. വിറ്റാമിൻ കെ അടങ്ങിയ എന്തൊക്കെ ആണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ മിനറൽസ് വിറ്റാമിൻ മാത്രമല്ല മിനറൽസിൻ്റെ കുറവുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവും. വെച്ചാൽ കാൽസ്യക്കുറവ്, അയൺ കുറവ്, സിങ്ക് കുറവ് അതൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ കാൽസ്യം അയണും സിങ്കും ഈ ഗർഭിണികൾ കുടിക്കുന്ന മരുന്നുണ്ട്. ഗർഭിണികൾക്ക് ഇവിടെ എൻ്റെ മോൾക്ക് പ്രസവത്തിന് പിന്നെ ഗർഭിണികൾക്ക് എഴുതിയപ്പോൾ അവൾക്കത് കുടിച്ചില്ല. കുറച്ച് കുടിക്കാതായപ്പോൾ എനിക്കൊരു 2-3-4 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ കോഴികൾക്ക് കൊടുത്തപ്പോൾ എനിക്ക് ഈ സിങ്കിൻ്റെ കുറവൊക്കെ കൂടി അത്യാവശ്യം കുറഞ്ഞ് കിട്ടിയിട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് നന്നായിട്ട് ഫലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാൽസ്യം കുറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ പിന്നെ അതിൻ്റെ മുട്ടയുടെ തോട് കനം കുറയും, അതേപോലെ അവരുടെ എല്ലുകൾക്ക് ബലം കുറയും. പിന്നെ അയൺ കുറഞ്ഞാലും നിങ്ങൾക്കറിയാലോ ശരീരത്തിലായാലും സിങ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കോഴികൾക്ക് സിങ്ക് കുറവായി കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ തൂവലുണ്ടല്ലോ, തൂവലിന് പ്രോബ്ലം ഉണ്ടാവും, തൂവലൊരു സുഖം ഉണ്ടാവില്ല, അതാണ് സംഭവം ഉണ്ടാവുക. പിന്നെ ഉള്ള ചില ഡെഫിഷ്യൻസി തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെ വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഇത് തിരിച്ചറിയാൻ വലിയ മാർഗ്ഗങ്ങൾ എന്താ വെച്ചാൽ അവരുടെ ഈ പൂവുണ്ടല്ലോ, അത് ഹെൽത്തി പൂവാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് റെഡ് ആയിരിക്കും, നല്ല അങ്ങനത്തെ കളറായിരിക്കും. അല്ലെങ്കിൽ പ്രോബ്ലം ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് വെച്ചാൽ നമുക്കറിയാലോ ഇങ്ങനെ ഒരു തരം കളറായിട്ട് വരുമല്ലോ. നമുക്ക് പൂവ് കണ്ടാൽ തന്നെ മനസ്സിലാവും കോഴികളുടെ അവരുടെ ശരീരത്തിൽ പിന്നെ വിറ്റാമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പൂവ് കണ്ടാൽ തന്നെ അറിയും. നല്ല പൂവാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് റെഡ് ആയിരിക്കും, നല്ല ഇതാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഫെദർ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ അവരുടെ തൂവലുകളൊക്കെ നല്ല ഷൈനി ആയിരിക്കും, സ്മൂത്തായിരിക്കും. പിന്നെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ റൂഫ് ഫെദർ ആയിരിക്കും, ഫെദർ ലോസ് ആയിരിക്കും. എങ്ങനെ വെച്ചാൽ ഞാൻ നാളെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല കോഴികളാണെന്നുണ്ടെങ്കിൽ അവരുടെ തൂവലുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാമെന്ന്. നല്ല ഷൈനിങ്ങും നല്ല സ്മൂത്തും ഉണ്ടാവും. അവരുടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തൂവൽ ഇങ്ങനെ ഒരു തരം ഒരായിരിക്കും, ഒരു തരം റഫായിട്ടുള്ളൊരു ഒരായിരിക്കും. അപ്പോൾ അതേപോലെ അവരുടെ എഗ്ഗ് ക്വാളിറ്റി നോക്കിയാൽ ന്യൂട്രീഷൻ നല്ല ഉള്ള ആളാണെങ്കിൽ ഷെല്ലൊക്കെ നല്ല തിന്നായിരിക്കും, എഗ്ഗ് സൈസ് നല്ല എഗ്ഗായിരിക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം, ഫീഡ് സ്റ്റോറേജ് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫീഡ് സ്റ്റോറേജ് പ്രധാനമാവാൻ കാരണം കൊണ്ട് നമ്മൾ പലരും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ നനവുള്ള സ്ഥലത്ത് ഫീഡ് വെക്കുക, അതേപോലെ ഓപ്പണായിട്ട് ഫീഡ് വെക്കുക, അതേപോലെ കുറേ സ്റ്റോർ ചെയ്ത് വെക്കുക, അതൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂപ്പൽ വരും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കോഴികൾക്ക് അസുഖങ്ങൾ വരും. പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് വിറ്റാമിൻസ് കിട്ടാനുള്ളൊരു എന്താ വെച്ചാൽ മുരിങ്ങയുടെ ഇല, അസോള, അതേപോലെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. മുരിങ്ങയിലയിൽ നന്നായിട്ട് മൾട്ടി വിറ്റാമിൻ ഉണ്ട്, അസോളയിൽ പ്രോട്ടീനും വിറ്റാമിൻസും ഉണ്ട്, വെളുത്തുള്ളിയിൽ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്.
പിന്നെ ടെർമറിക്കിൽ നിങ്ങൾക്കെല്ലാം അറിയാലോ, ആൻറ്റി ഇൻഫ്ലമേറ്ററി സപ്പോർട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ സപ്ലിമെൻറ്റ്സ് എപ്പോൾ നൽകണം എന്നുള്ളതാണ്. നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടത് പ്രധാനമായിട്ട് വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, ഈ സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, അതേപോലെ നമ്മൾ കോഴികളൊക്കെ വാങ്ങിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ കഴിയുന്ന സമയത്ത് കൊടുക്കുക, അതേപോലെ നമ്മൾ രോഗത്തു നിന്നൊക്കെ ഒന്ന് മുക്തി പ്രാപിച്ച് വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വിറ്റാമിൻ്റെ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട ഒരു സംഭവം. പിന്നെ ഓവർ സപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പാടില്ല, അത് അപകടമാണ്. കിഡ്നിക്ക് പ്രശ്നം വരും, ടോക്സിസിറ്റി വരും, പിന്നെ അതേപോലെ അവർ ഫീഡൊക്കെ തിന്നാതാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ വിറ്റാമിൻസ് എത്രത്തോളം കോഴികളുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാലൻസ്ഡ് ഫീഡ് കൊടുക്കുക, ഫ്രഷ് വാട്ടർ കൊടുക്കുക, സൺലൈറ്റ് കൊടുക്കുക, കൂടൊക്കെ ക്ലീൻ ആക്കുക, അതേപോലെ വിര ഇളക്കുക, അതേപോലെ ഫ്രഷ് ഫീഡ് കൊടുക്കുക. ഇതൊക്കെ കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോഴികളുടെ വിറ്റാമിൻ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ആദ്യം കാണുക ചെറിയ ലക്ഷണങ്ങളായിട്ടിരിക്കും. പക്ഷേ സമയത്ത് നമ്മൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികൾക്ക് ഭയങ്കര നഷ്ടം പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ വേഗം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോ ലെങ്ത്ത് കുറവാണല്ലോ. അപ്പോൾ വേഗം ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊന്ന് കേൾക്കണം കേട്ടോ. കാരണം നമ്മൾ ആകെ 10-11 മിനിറ്റിനാണ് വീഡിയോ പിടിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വരെ.